ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞങ്ങൾ വാഗമണ്ണ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു മാസമായെങ്കിലും ഞാൻ ഇപ്പോഴാണ് ബാക്കിയുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ 2 ദിവസത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഞങ്ങൾ പോയെന്ന് രാവിലെ 5 മണിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അച്ചൂട്ട ക്ഷീണമായിട്ട് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു ഫിഷ് ഫാമിൽ നിന്ന് നേരെ വന്നിട്ടുള്ളത് മൊട്ടക്കുന്നിലേക്കാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നതും ഈ പ്രാവശ്യം വന്നതും തമ്മിലുള്ള ഡിഫറൻസ് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഷോർട്സോ അല്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് പച്ചപ്പും കോടയും കാറ്റും ഒക്കെ ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം അത് നേരെ ഓപ്പോസിറ്റാണ്. കാറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്ര വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും സൺസെറ്റ് ആയ സമയത്ത് പോയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കടലിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഈ സൺസെറ്റിന് ഭംഗിയുള്ളത്, ഈ ഒരു കുന്നിൻ്റെ മേലിരുന്ന് സൺസെറ്റ് കാണുമ്പോഴും അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവിടെ സിപ്ലൈനൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, അവിടെ ആരും കയറുന്നൊന്നും ഞാൻ കണ്ടില്ല, വർക്കിംഗ് അല്ലേ എന്തോ അറിയില്ല. അങ്ങനെ എന്തായാലും അവിടെ കിടന്നൊരു പട്ടം കിട്ടിയതുകൊണ്ട് അച്ചൂട്ടിനെ കുറച്ച് നേരം കളിപ്പിച്ചു. അവനെന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പട്ടത്തിൽ കളിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അവിടെ കിടന്നു കിട്ടിയതാണ് കേട്ടോ, നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ അവൻ ഉറക്കമായതുകൊണ്ട് തന്നെ അധികം വാശി പിടിച്ചില്ല വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു പോകുമ്പോഴത്തേക്കും ആ ഒരു സ്വഭാവം മാറിയിട്ടുണ്ട് കേട്ടോ. കുട്ടൻ ചീത്ത പറയുന്നു ഗൈസ്. എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഓ തലേന്ന് മറ്റേ എന്താ പെശണോ? നിന്റെ പെശണം എന്താ? എന്താ പെശണോ? ലോറി മേടിക്കാൻ പോകുമ്പോ ഞാനുണ്ടല്ലോ ഞാന് കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തച്ചൂട്ടൻ കുളിച്ച് ചണ്ടിയൊക്കെ ഇട്ട് ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഷോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പുറത്ത് പോയി വന്ന വടം കുളിച്ചു കേട്ടോ. ഭയങ്കര ക്ഷീണം, രാവിലെ 5:30 ഇറങ്ങിയില്ല, അപ്പം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ കുളിച്ചൊക്കെ വന്ന് അപ്പം മെയിനായിട്ടുള്ളൊരു കാര്യം ഇവിടെ ചെയ്യാനുണ്ട്. എന്താണെന്നറിയാം, അച്ചൂട്ടൻ്റെ ഇത് പൊട്ടിക്കൽ. കുറേ സാധനം നോക്കി നോക്കി കിട്ടിയതാണ്, വാങ്ങിയതാണ് ഈ സാധനം. ഞാൻ എങ്ങനെ തിരിച്ചേറ്റിക്കൊണ്ട് പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇത് പൊട്ടിക്കോ, കൊടുക്കട്ടെ. പിന്നെ ഇത് സെക്കൻഡ് ഡേ ആണ്. ഈ ഒരു ഹോം സ്റ്റേയിലായിരുന്നു ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഹോസ്പിറ്റാലിറ്റി ആണോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആൻറ്റീനൊക്കെ. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ആദ്യം തന്നെ നമ്മളൊന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം, ഞങ്ങൾക്ക് പൈൻ വാലിയിലേക്കാണ് കേട്ടോ ആദ്യം പോകേണ്ടത്. അധികം വെയിലാവുന്ന മുന്നേ ഞാൻ അഡ്വഞ്ചർ പാർക്കിൽ പോകാമെന്നാണ് വിചാരിച്ചത്. കണ്ണൻ പറഞ്ഞു പൈൻ വാലി പോയിട്ട് നമുക്ക് അഡ്വഞ്ചർ പാർക്കിൽ പോകാമെന്ന് കേട്ടോ. വീട്ടിലാണോ പോകുന്നത്? എവിടെ പോകണ്ടേ പൊന്നിന്? വീട്ടിൽ പോയാലോ? എന്താ വെട്ടിയാക്കണ വീട്ടിലല്ലേ നമ്മൾ ഈ കാണുന്ന ഒരു കുഞ്ഞ് ടൗണാണ് കേട്ടോ വാഗമണ്ണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയുള്ള ടൗണ് എൻ്റെ വീടുള്ള സ്ഥലം പോലും കുറച്ചും കൂടെ വലുതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം ഈ ഒരു സ്ഥലം കുറച്ചുകൂടെ വലുതായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, വാഗമണ്ണ് എന്ന് പറയുന്ന ഒരു ടൗൺ കേട്ടോ. ഇത് കഴിഞ്ഞ് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഇതിനോട് ചുറ്റിപ്പറ്റി തന്നെയാണ്. നമ്മൾ ആദ്യം പോയി ഫുഡൊക്കെ കഴിച്ച് ഒരു വെള്ളയപ്പം നല്ല എന്തോ കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മുതലേ അങ്ങനെയാണ് കേട്ടോ. നല്ലൊരു കടയാണ്, അതുകൊണ്ടാണ്. പിന്നെ അത് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് തങ്ങൾപ്പാറയിലേക്കാണ്. തങ്ങൾപ്പാറ പോകുമ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോകണമെന്ന് വിചാരിച്ചല്ല പോയത്, ആദ്യം പൈൻ വാലി പോവാം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും തങ്ങൾപ്പാറേൻ്റെ ബോർഡ് കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ അങ്ങോട്ട് തന്നെ ആവട്ടെ എന്ന്. ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, എന്ത് ഭംഗിയെന്നറിയോ. ഈ ഒരു പാറയൊക്കെ എത്രത്തോളം വലുപ്പമുണ്ടെന്നറിയോ. എൻ്റെ ഫോണിൽ കാണുമ്പോൾ അതെന്തോ കുഞ്ഞായിട്ടാണ് തോന്നുന്നത് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ തങ്ങൾപ്പാറയിലേക്കുള്ള വഴി തിരിഞ്ഞു. 1 കിലോമീറ്റർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റോഡ് നോക്കുമ്പോൾ ഫുൾ ഓഫ് റോഡാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഓഫ് റോഡൊന്നും ഞങ്ങൾക്കൊന്നും അല്ല കേട്ടോ. കാരണം എന്താ പറയുക, ഞങ്ങൾ വട്ടവട പോയിട്ട് ഒരു 2 വർഷം മുന്നേ ഞങ്ങൾ വട്ടവട പോയിട്ട് ഈ മോനെ വെച്ചൊരു ഓഫ് റോഡ് കയറി. അതാണ് ഓഫ് റോഡ്. ശരിക്കും പറഞ്ഞാൽ ഈ ഓഫ് റോഡ് വണ്ടികൾ മാത്രം, ജീപ്പ് മാത്രം കയറി പോകുന്ന വഴി പോലും, റോഡ് പോലും ഇല്ലാത്തൊരു ഓഫ് റോഡ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും V3 വെച്ചിട്ട്. V3 എന്നുള്ളത് പോട്ടെ, മോനെയും കൈ വെച്ചിട്ടാണ് ആ റിസ്ക് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയതാണ് കേട്ടോ. കാരണം അങ്ങോട്ടുമല്ല ഇങ്ങോട്ടല്ല, ഏത് സൈഡിലേക്ക് ഇറങ്ങിയാലും ഓഫ് റോഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തങ്ങൾപ്പാറയെ കയറിയോന്ന് ചോദിച്ചാൽ കയറിയില്ല കേട്ടോ. കാരണം രാവിലെ ആയി. പിന്നെ നമ്മളവിടെ ട്രെക്കിങ് ചെയ്ത് നടന്ന് ആ ഒരു ദൂരെ കാണുന്ന പാറയാണ് കേട്ടോ തങ്ങൾപ്പാറ. അതിൻ്റെ അങ്ങോട്ട് നടന്ന് കയറി തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നല്ല വെയിലാവും. പിന്നെ മോനെ വെച്ച് റിസ്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്.
പിന്നെ നമ്മൾ നേരെ പൈൻ വാലിയിലേക്ക് എത്തിയിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരേ റൂട്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, തിരിച്ചൊന്നും പോകേണ്ടി വന്നില്ല. ഇവിടെയൊക്കെ കണ്ടോ കടകളൊക്കെ തുറന്നു വരുന്നുള്ളൂ കേട്ടോ. കാരണം അത്രയും രാവിലെയാണ്. ഞങ്ങൾ പോയപ്പം അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, 1-2 ടൂറിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അച്ചൂടൻ്റെ പരിപാടി അച്ചൂടൻ തുടങ്ങിയിട്ടുണ്ട്. കയ്യിലെന്തോ സാധനമൊക്കെ വാങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടികളൊക്കെ ചോദിച്ചെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ വണ്ടികളൊക്കെ ബാഗിലിട്ട് കൊണ്ടുവരാൻ ഞാൻ പെട്ട പാടോർത്ത് ഞാൻ വണ്ടിയൊക്കെ പരമാവധി ഒഴിവാക്കി. അങ്ങനെ പൈൻ ഫോറസ്റ്റ് വന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇവിടെ ഫുള്ള് കോട കൊണ്ട് മൂടി അടിപൊളി വൈബായിരുന്നു. പിന്നെ പൈൻ ഫോറസ്റ്റ് എന്തായാലും നമുക്ക് വെയിലേക്കാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ചെരുപ്പിട്ട് ആ സ്ഥലത്ത് കൂടെ നടക്കുമ്പം ഇപ്പോൾ വീഴുന്നുള്ള മട്ടിലാണ് കേട്ടോ ഞാൻ നടക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് കയറുമ്പോഴേ അവര് പറയാ, അതെന്താ പറയാ, അവര് പറയാം അവരോട് കേട്ട പറ്റൂല, നിന്റെ കാമട ആണെങ്കിലോ ഓക്കെ ബാക്കിയോട് കേട്ട പറ്റൂല അങ്ങനെ പറയും. അങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അത് എങ്ങോട്ടൊക്കെ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റ ബൈ, സീ യു.